അഞ്ചിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഈക്വൽ ഷെയറിംഗ്, തുല്യമായി വീതിക്കുക. തുല്യമായിട്ട് വീതിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിവിഷൻ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറേ കണക്കുകൾ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. അടുത്ത ഭാഗത്തോട്ട് നമ്മൾ കടക്കുകയാണ്. നോ പെൻ ഓർ പേപ്പർ, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാണ്, നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി നോക്കി. ഇനി അത് എഴുതാതെ തന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, പേനയും പാടില്ല പേപ്പറും പാടില്ല, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പെട്ടെന്ന് ആൻസർ പറയേണ്ട കുറച്ച് ചോദ്യങ്ങൾ. അതിൽ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ സ്വയം ശ്രമിക്കണം. അതിൽ ഒന്നാമത്തെ ചോദ്യം, 108 gooseberries are to be divided among 4 children. How much would each get? 108 നെല്ലിക്ക 4 കുട്ടികൾക്ക് തുല്യമായി വീതിച്ചാൽ ഓരോ കുട്ടിക്ക് എത്ര വീതം കിട്ടും? അപ്പം നമുക്കറിയാം 108നെ 4 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. 108നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് ഡിവൈഡ് ചെയ്ത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യം 10 എടുത്തു. 4ൻ്റെ ടേബിൾ ചൊല്ലുന്നു. 10 കിട്ടുന്നത് വരെ 4ൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക. 10 ഇല്ല. അപ്പോൾ 10നേക്കാളും ചെറിയ നമ്പർ 4ൻ്റെ ടേബിളുള്ളതെന്ന് പറഞ്ഞാൽ 8 ആണ്. 2 4s are 8. ഇനി 10ൽ നിന്ന് 8 മൈനസ് ചെയ്യുക, 2 എന്ന് വരും. 8 താഴെ ഇറക്കുന്നു, 28. 4 7s are 28. 27 എന്നാണ് ആൻസർ. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് തന്നെ മനസ്സിരുത്തി ഒന്ന് ചെയ്യാം. 108. അപ്പോൾ അത് ഞാനൊന്ന് പിരിച്ചെഴുതുകയാണ്. 108 എന്ന് പറഞ്ഞാൽ 100 അധികം 8, 100 + 8. അതിൽ 100 എന്ന് പറയുന്നത് 4 പേർക്ക് തുല്യമായിട്ട് വീതിച്ചാൽ ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടും? 100 എന്ന് പറയുന്ന ഒരു നെല്ലിക്ക ഇരിക്കുക, 100 എന്ന് പറയുന്നത് 100 നെല്ലിക്ക ഇരിക്കുക. അത് 4 പേർക്ക് തുല്യമായിട്ട് വീതിച്ചാൽ ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടും? ചിന്തിച്ച് പറഞ്ഞേ, എത്ര കിട്ടും? 25. 25 25 25 25 25ൻ്റെ കൂട്ടങ്ങൾ അല്ലേ? 25 25 50, 50 25 75, 70 75 25 100. അപ്പോൾ 100 എന്ന് പറയുന്ന നെല്ലിക്ക, 100 എണ്ണം നെല്ലിക്ക 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടും? 25. ഇനി ബാക്കി എത്ര നെല്ലിക്കയും കൂടെ ഉണ്ട്? 8 നെല്ലിക്ക. 8 നെല്ലിക്ക 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടും? 2. അത് 2 കൂടെ ഒന്ന് കൂട്ടിക്കേ. അപ്പോൾ എത്ര വന്നു? 27. ഇത് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തതാണ്. 27. ഈ രീതിയിലൊന്നും ചെയ്യേണ്ടാത്ത കണക്ക്. അതുപോലത്തെ കുറച്ച് കണക്കുകൾ പേജ് നമ്പർ 37 കിടപ്പുണ്ട്. 4 കണക്കുണ്ട്. ഇതുപോലൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പേജ് നമ്പർ 37ലെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ബുക്ക് വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ തുടങ്ങുന്നത്. 735 notebooks are in a school and these are to be divided equally among 5 classes. How many books would each class get? അപ്പം നമ്പർ ഓഫ് ബുക്സ് വുഡ് ഈച്ച് ക്ലാസ് ഗെറ്റ് എന്ന് പറഞ്ഞൊരു വരി എഴുതി നമുക്ക് ചെയ്യാം. ഇത് ചെയ്യേണ്ട വേറൊരു രീതി, അത് നിങ്ങളുടെ തലയിൽ കയറാൻ ഇച്ചിരി പാടാണ്. ആ രീതിയിലോട്ട് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ടെക്സ്റ്റിൽ തന്നെ അത് വിശദമായി കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 37, പേജ് നമ്പർ 38 ആ വേറൊരു രീതി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എളുപ്പമായ രീതി, അതായത് ഡിവിഷൻ്റെ രീതി മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ബുക്സ് വുഡ് ഈച്ച് ക്ലാസ് ഗെറ്റ്. നമ്പർ ഓഫ് books would each class get equal. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആകെ എത്ര നോട്ട്ബുക്കാണ്? 735 നോട്ട്ബുക്സ്. എത്ര ക്ലാസ്സുകാർക്ക് തുല്യമായിട്ട് കൊടുത്തു? 5 ക്ലാസ്സുകാർക്ക്. അപ്പോൾ ഓരോ ക്ലാസ്സിനും എത്ര ബുക്കുകൾ വീതം കിട്ടിയെന്നല്ലേ ചോദ്യം. അപ്പോൾ 735 ഡിവൈഡഡ് ബൈ 5. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ചെയ്യേണ്ട വേറൊരു രീതി ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അത് നിങ്ങളൊന്ന് പഠിക്കണം. 735 ഡിവൈഡഡ് ബൈ 5. ആദ്യം ഇൻറ്റു ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 1s 10s 100s. ഏത് പ്ലേസാണോ ആദ്യം വരുന്നിരിക്കുന്നത്? ഇവിടെ 100 പ്ലേസ് അല്ലേ? 700കളാണുള്ളത്, 700കളാണുള്ളത്. അപ്പം 7 വേണം നമ്മൾ എടുക്കുന്നത്. 5ൻ്റെ ടേബിളിൽ 7 എത്ര ടൈംസ് വരുന്നെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചൊല്ലി നോക്കുക. 7 കിട്ടുന്നവരെ 1 5s are 5, 2 5s are 10.
അപ്പോൾ 10 എന്ന് പറയുന്നത് 7നേക്കാൾ കൂടുതൽ കിടക്കുകയാണ്. അപ്പോൾ 10 നമുക്ക് അവിടെ എഴുതുന്നില്ല. അതിനേക്കാളും ചെറിയ നമ്പർ നമ്മൾ എഴുതി 1 5s are 5, 2 5s are 10. ഈ നമ്പറുകൾക്കിടയിലാണ് 7 വരുന്നത് അല്ലേ. അപ്പോൾ 7നേക്കാളും വലുത് 10 ആണ്. 10 നമ്മൾ എഴുതുന്നില്ല. പിന്നെ ഏത് നമ്പറാണ് എഴുതുന്നത്? 5. 5 എന്ന് എഴുതുക. 5ന്റെ ടേബിൾ നോക്കുക. 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്? 1. ആ നമ്പർ നമ്മൾ മുകളിലോട്ട് കൊടുക്കുക. 1. 1 5s are 5. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് ഇത് മൈനസ് ചെയ്യുക. 7 മൈനസ് 5 എത്ര വരും? 2. എന്നിട്ട് എന്ത് താഴെ ഇറക്കുക? 3 താഴെ ഇറക്കുക. അടുത്ത പ്ലേസ് ടെൻസിൻ്റെ പ്ലേസ് താഴെ ഇറക്കി. അപ്പോൾ എത്ര വന്നു? 23. ഇനി 5ന്റെ ടേബിൾ ചൂടുക 23 കിട്ടുന്നവരെ. അപ്പോൾ 2 5s are 10, 3 5s are 15, 4 5s are 20. 5 5s are 25 ആകും. 23യേക്കാളും വലിയ നമ്പറല്ല എഴുതുന്നത്, ചെറിയ നമ്പറാണ്. 4 5s are 20. ഇനി ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക. 3 മൈനസ് 0 3, 2 മൈനസ് 2 0. ഇനി ആരെ താഴെ ഇറക്കുക? 1's പ്ലേസ് 5. 5ന്റെ ടേബിൾ നോക്കുക 35 കിട്ടുന്നത് വരെ. അപ്പോൾ 5ന്റെ ടേബിളിൽ എപ്പോൾ നമുക്ക് 35 കിട്ടും? 7 ടൈംസ് അല്ലേ. 7 5s are 35. 35 മൈനസ് 35 0. അപ്പോൾ ഓരോ ക്ലാസ്സിനും കിട്ടുന്ന ബുക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 147. ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്, ഡിവിഷൻ മെത്തേഡ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് പേജ് നമ്പർ 40. അതിൽ ആദ്യത്തെ ചോദ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രാജു, റഹീം, അത് എളുപ്പത്തിൽ ചെയ്യാം. അത് നിങ്ങൾ തന്നെ ചെയ്യുക. അടുത്ത ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഗാർഡൻ ഈസ് 884 meters. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ്? ഇത് പെരിമീറ്റർ ഒരു സ്ക്വയർ ആണ്. സ്ക്വയർ ഷേപ്പൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അങ്ങനത്തെ ഒരു ഗാർഡൻ, സ്ക്വയറിൻ്റെ ഷേപ്പിലുള്ള ഗാർഡൻ. ആ ഗാർഡൻ്റെ പെരിമീറ്റർ ചുറ്റുമുള്ള അളവ് ഈ 4 വശങ്ങളും കൂടെ ചേർന്നാൽ, 4 സൈഡും കൂടെ ചേർന്നാൽ 884. അപ്പോൾ ഒരു സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 4 സൈഡും കൂടെ ചേരുമ്പോഴല്ലേ 884. ഒരു വശം കാണാൻ 884നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 4 എവിടെ നിന്ന് വന്നു? 4 sides. ആ 4 ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പം 1 side ഓഫ് എ ഗാർഡനോ സ്ക്വയർ ഗാർഡൻ എന്ന് എഴുതിയിട്ട് 884നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 40 കണക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും എനിക്ക് ചെയ്യാം. നാലാമത്തെ ഞാനൊന്ന് പറയുകയാണ്. ജെയിംസ് ബോട്ട് 5 ഈച്ച് ഓഫ് 2 kinds of CFL bulbs ഫോർ, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 100 rupees എന്നാണ്. അത് തെറ്റാണ്. 1000 rupees എന്നാണ്. അത് തിരുത്തിക്കോണം 1000 എന്ന് കേട്ടോ. ദ പ്രൈസ് ഓഫ് ദ ചീപ്പർ ലാമ്പ് ഈസ് 85 rupees എ പീസ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് വൺ ഓഫ് ദ കോസ്റ്റ്ലിയർ കൈൻഡ്? എന്താണ്? ജെയിംസ് 2 തരത്തിലുള്ള CFL ബൾബ്സ് മേടിച്ചു. 2 തരം എന്ന് പറഞ്ഞാൽ ഒന്ന് ചീപ്പ്, ചീപ്പായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തലചീയുന്നതല്ല, വില കുറഞ്ഞത്. വില കുറഞ്ഞതിൻ്റെ 5 എണ്ണവും കോസ്റ്റ്ലിയർ വില കൂടിയതിൻ്റെ 5 എണ്ണവും മേടിച്ചു. അപ്പോൾ വില കൂടിയ 5 എണ്ണവും വില കുറഞ്ഞ 5 എണ്ണവും മേടിച്ചു. അപ്പോൾ 10 എണ്ണം ഉണ്ട് അല്ലേ. എല്ലാത്തിനും കൂടെ എത്ര രൂപയായി? വില കൂടിയതും വില കുറഞ്ഞതിനും കൂടെ എല്ലാം കൂടെ എത്ര രൂപയായി? 1000 രൂപയുമായി. അതിൽ ഒരു CFL ബൾബിൻ്റെ വില 85 rupees ആണ്. ഒരു CFL ബൾബ് ചീപ്പർ ലാമ്പിൻ്റെ വില 85 rupees ആണ്. അങ്ങനെയാണെങ്കിൽ വില കൂടിയ ഒരു ബൾബിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി ബോർഡിൽ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. സ്റ്റെപ്പ് നോക്കാം. നമ്മളെ തന്നിരിക്കുന്നത് വില കുറഞ്ഞ ഒരെണ്ണത്തിൻ്റെ വില തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എഴുതാം പ്രൈസ് ഓഫ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് 1 ചീപ്പർ ലാമ്പ്. ഞാൻ അത്രയൊന്നും സ്റ്റെപ്പ് പോയില്ല, പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങ് പറയുകയാണ്. കോസ്റ്റ് ഓഫ് 1 ചീപ്പർ ലാമ്പ് ഈക്വൽ 85 rupees ഒരെണ്ണത്തിന്. അങ്ങനെ 5 എണ്ണം മേടിച്ചില്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? കോസ്റ്റ് ഓഫ് 5 ചീപ്പർ ലാമ്പ്, കോസ്റ്റ് ഓഫ് 5 ചീപ്പർ ലാമ്പ് ഈക്വൽ 85 × 5 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒന്നിൻ്റെ വില 85 ആണെങ്കിൽ 5 എണ്ണത്തിൻ്റെ വില കാണാൻ 85നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടി? 425 രൂപ. അപ്പം ചീപ്പർ ലാമ്പിനെല്ലാം കൂടെ 425 രൂപയായി. 425 ആയി.
അപ്പോൾ 5 ചീപ്പർ ലാമ്പിൻ്റെ വിലയാണ് 425 രൂപ. അപ്പോൾ ചീപ്പറിനും കോസ്റ്റ്ലിയറിനും എല്ലാം കൂടെ, വില കൂടിയതും വില കുറഞ്ഞതും എല്ലാം കൂടെ എത്ര രൂപയായി? 1000 രൂപയുമായി. അപ്പം വില കൂടിയ 5 എണ്ണത്തിൻ്റെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ? വില കുറഞ്ഞ 5 എണ്ണത്തിന് 425 ആണെങ്കിൽ വില കൂടിയ 5 എണ്ണത്തിൻ്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 എണ്ണത്തിനും കൂടെ 1000 അല്ലേ? അപ്പോൾ വില കൂടിയ 5 ലാമ്പിൻ്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 മൈനസ് 425. കോസ്റ്റ് ഓഫ് 5 കോസ്റ്റ്ലിയർ ലാമ്പ് ഈക്വൽ 1000 മൈനസ് 425. 1000 നിന്ന് 425 മൈനസ് ചെയ്യുന്നൊക്കെ അറിയാമല്ലോ. 0, 5. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ക്യാരി ചെയ്തു. 10 ആയി. 10 മൈനസ് 5 5 ആയി. അപ്പോൾ ആ 0യുടെ പ്ലേസിൽ എത്ര ആയി? 9 ആയി. 9 മൈനസ് 2 എന്തായി? 7 ആയി. അപ്പോഴാണ് ഇവിടെ ക്യാരി ചെയ്തത്. അപ്പോഴും ഇവിടെ 0യുടെ പ്ലേസിൽ 9 ആയി. 9 മൈനസ് 4 5. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ക്യാരി ചെയ്ത് പോയത്. അവിടെ 0 ആയി. അപ്പോൾ എത്ര കിട്ടി? 575. 5 വില കൂടിയ ബൾബിന് 575 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു വില കൂടിയ ബൾബിൻ്റെ വിലയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് 1 കോസ്റ്റ്ലിയർ ലാമ്പ് ഈക്വൽ 575 ഡിവൈഡഡ് ബൈ 5. ഇപ്പം നമ്മൾ 575നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ആദ്യം 5ൽ എത്ര ടൈംസ് അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ നോക്കിയാണ്. 1 ടൈംസ്. 1 5s are 5. 5 മൈനസ് 5 0. പിന്നെ നമ്മൾ അടുത്ത പ്ലേസ് താഴെ ഇറക്കുകയാണ് 7. ഈ 5ൻ്റെ ടേബിളിൽ 7 കിട്ടുന്നവർ നമ്മൾ ചൊല്ലുന്നു. 1 5s are 5 വരെ അല്ലേ? ഇനി 7 മൈനസ് 5 2. അടുത്ത പ്ലേസ് താഴെ ഇറക്കുന്നു 5 25. 5 5s are 25. അപ്പോൾ വില കൂടിയ ഒരു ബൾബിൻ്റെ വില എത്ര? 115 രൂപ. 150. അതുപോലെ തന്നെ ചെയ്യാവുന്ന ഇതല്ല, വേറെ രീതിയിൽ ഒന്ന് ചിന്തിക്കുക. ഇൻ എ ഗവൺമെൻറ് സ്കൂൾ 6 clocks ഓഫ് ദ സെയിം പ്രൈസ് ആർ ബോട്ട് ഫോർ 924 rupees. ഹൗ മച്ച് ഈസ് നീഡഡ് ടു ബൈ 7 more such clocks? ഒരു ഗവൺമെൻറ് സ്കൂളിൽ 6 ക്ലോക്കിനും കൂടെ 924 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ 6 ക്ലോക്കിൻ്റെ വിലയാണ് 924. അപ്പോൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഒരു ക്ലോക്കിൻ്റെ വില കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? 924നെ 6 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ വില കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ 7 ക്ലോക്കിൻ്റെ വില കിട്ടാൻ എന്ത് ചെയ്യണം? ആ ഡിവൈഡ് കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്താൽ മതി? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് അടുത്ത കണക്കിലോട്ട് കടക്കാം. നമുക്ക് ലാസ്റ്റ് കണക്കിലോട്ട് കടക്കാം. 1 2 3 4 5 6 7 ആറാമത്തെ കണക്ക്. 6ഉം 7ഉം കൂടെ ഒരുമിച്ചാണ് കേട്ടോ. 6ാമത്തെ കണക്കും 7ാമത്തെ കണക്കും കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ട കണക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞത്. അണ്ടർ ദ മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്കീം, ഈ സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പാല് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. കുട്ടികൾക്ക് എന്താ പറയുക, കാൽസ്യം, പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പാല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് 150 ml അളവിൽ പാലാണ് കൊടുക്കുന്നത്. എത്രയാണ്? 150 ml അളവിലുള്ള പാലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 കുട്ടികൾക്ക് എത്ര മില്ലി പാല് കിട്ടും? അപ്പോൾ ഒരു കുട്ടിക്ക് 150 ml ആണെങ്കിൽ 20 കുട്ടികൾക്ക് കിട്ടുന്ന പാലിൻ്റെ അളവ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 150 എന്ത് ചെയ്താൽ മതി? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിൽക്ക് ഫോർ 20 ചിൽഡ്രൻ എന്ത് ചെയ്താൽ മതി? 150 × 20. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാർഗമുണ്ട്. 15 അതൊക്കെ ആ വിറ്റർ സ്റ്റാൻഡിൻ്റെ ആ ടീച്ചർ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. 15 × 2 ചെയ്യുക. 15 × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. പിന്നെ എത്ര സീറോസ് കൊണ്ടുണ്ട്? 2 സീറോസും കൂടെ എൻ്റെ റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. 3000 ml. ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ അതൊന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്. 3000 ml എന്ന് പറയുന്നതാണ് 3 ലിറ്റർ. അപ്പോൾ ഒരു കുട്ടി 20 കുട്ടികൾക്കും കൂടെ എത്ര പാല് വേണം? 3 ലിറ്റർ പാല് വേണം. അതാണ് ആ ചോദ്യത്തിൽ ആദ്യം വന്നിരിക്കുന്നത്. ഇനി അടുത്ത നോക്കുക. ഇൻ എ സ്കൂൾ 54 liters ഓഫ് മിൽക്ക് ഈസ് നീഡഡ് ഈച്ച് ഡേ. ഹൗ മെനി ചിൽഡ്രൻ ആർ ഗിവൺ മിൽക്ക് ദ? ഒരു സ്കൂളിൽ ആകെ ഒരു ദിവസം 54 ലിറ്റർ പാല് ഉപയോഗിക്കുന്നു. 54 ലിറ്റർ പാലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ 54 ലിറ്റർ പാല് എത്ര കുട്ടികൾ കുടിക്കുന്നുണ്ട് എന്നാണ് ചോദ്യം. 54 ലിറ്റർ പാല് എത്ര കുട്ടികൾ കുടിക്കുന്നുണ്ട്?
ഒരു കുട്ടിക്ക് കുടിക്കാൻ എത്ര ലിറ്റർ പാല് വേണം? 1 ലിറ്റർ അല്ല വേണ്ടത്, മില്ലി ലിറ്റർ ആണ്. ലിറ്ററിനേക്കാളും ചെറിയ അളവാണ് മില്ലി ലിറ്റർ. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ട പാലിൻ്റെ അളവ് എത്ര ആയിരുന്നു? 150. അങ്ങനെ എത്ര കുട്ടികളാണ് ഉള്ളത് അവിടെ? കുട്ടികളുടെ എണ്ണമാണ് കാണേണ്ടത്. അവിടെ എടുത്ത പാലിൻ്റെ അളവാണ് 54 ലിറ്റർ. അപ്പോൾ ഇത് 150 മില്ലി ലിറ്ററിൽ കിടക്കുന്നു, ഇത് 54 ലിറ്ററിൽ കിടക്കുന്നു. ലിറ്റർ മില്ലി ലിറ്റർ രണ്ടും രണ്ട് അളവിൽ വന്നാൽ നമുക്ക് കണക്ക് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരളവിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളെ 54 ലിറ്ററിനെ നമ്മൾ മില്ലി ലിറ്ററിലോട്ട് ആക്കിയാണ്. അപ്പോൾ മിൽക്ക് നീഡഡ് ഈച്ച് ഡേ എത്രയാണ്? 54 ലിറ്റർ. അതിനെ മില്ലി ലിറ്റർ ആക്കാൻ 54 × 1000 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? ഇതൊന്ന് വായിക്കാൻ അറിയാമോ? 54,000. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇതാണ് വായന മാത്രമായിരുന്നു അല്ലേ? 54,000 മില്ലി ലിറ്റർ എന്ന് കിട്ടി. ഈ 54,000 മില്ലി ലിറ്റർ പാല് എത്ര കുട്ടികൾ കുടിച്ചു എന്ന് കണ്ടുപിടിക്കാൻ 54,000നെ 150 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് ചിൽഡ്രൻ ആർ ഗിവൺ മിൽക്ക് ദർ എന്നാണ്. ഞാൻ ചെറിയൊരു സ്റ്റെപ്പിൽ അങ്ങ് വിട്ടതാണ്. 54,000 ഡിവൈഡഡ് ബൈ 150. അതായത് ഒരു 3 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള ഡിവിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ 54,000നെ 150 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 150 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആദ്യം 5 എടുത്തു. 150 എന്ന് പറയുന്നത് 5നെക്കാളും 5 എന്ന് പറയുന്നത് 150യെക്കാളും ചെറുതാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 54 എടുത്തു, അതും 150യെക്കാളും ചെറുതാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എടുക്കേണ്ടത് എത്രയാണ്? 540. ഇനി 150യുടെ ടേബിൾ എഴുതുക. 540 കിട്ടുന്നവരെ 150യെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 150 × 3 അപ്പോൾ എത്ര വന്നു? 450. 150 × 3 എത്ര വന്നു? 450. അവിടെ വരെ വരത്തുള്ളൂ. 150യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 540യെക്കാളും വലിയ നമ്പർ വരും. അത് പറ്റത്തില്ല. 450 വരെ എഴുതുക. ഇനി മൈനസ് ചെയ്യുക. 0 - 0 0. 14 - 5 9. 4 - 4 0. 90. അടുത്ത പ്ലേസ് താഴെ ഇറക്കുക അല്ലേ? മൈനസ് ചെയ്ത് കഴിഞ്ഞ് തൊട്ടടുത്ത പ്ലേസ് 0. എത്ര വന്നു? 900 എന്ന് വന്നു. പിന്നെ 150യുടെ ടേബിൾ എഴുതുക. ടേബിൾ എഴുതുമ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 900 എന്ന് കിട്ടും. അപ്പോൾ 900ൽ നിന്ന് 900 പോയാൽ എത്ര വരും? 0 എന്ന് വരും. ഇനി നമ്മൾ അടുത്ത പ്ലേസ് താഴെ ഇറക്കുന്നു 0. 0യെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? മുകളിൽ 0 ഇട്ട് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയത് 360. അപ്പോൾ എത്ര കുട്ടികൾ അവിടെ പാല് കുടിച്ചു? 360 കുട്ടികൾ പാല് കുടിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്കായിട്ടുണ്ട്. അതത്രയും നിങ്ങൾ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.